കണ്ണകിയെ കാണാൻ കുത്തിനുള്ള മല കയറുമ്പോൾ ഒച്ചത്തിലുള്ള ഹോണി ശബ്ദവും ജീപ്പുകൾ ചീറിപ്പാഞ്ഞു പോകുമ്പോഴുണ്ടാകുന്ന പൊടിയുണ്ടല്ലോ, 2 മാസ്ക് ഉപയോഗിച്ചാൽ പോലും മൂക്കിലേക്ക് തുളഞ്ഞു കയറുന്ന ആ പൊടിയും ചുമന്ന് മല കയറുമ്പോൾ അറിയാതെയെങ്കിലും ആ ജീപ്പ് ഡ്രൈവറെ എന്തിലൊക്കെ പറഞ്ഞു പോകും. ഞാൻ ഒരിക്കലും പറയില്ല, കാരണം കുമളി ബസ് സ്റ്റാൻഡ് അടുത്ത് തലേദിവസം വന്ന് ലോഡ്ജ് എടുത്ത് നേരെ പോയത് ജീപ്പ് ഡ്രൈവറെ കാണാനാണ്. കാരണം ഏതിനൊക്കെ ജീപ്പ് ബുക്ക് ചെയ്ത് ആ മലയൊന്ന് കയറണം. അപ്പം മുതൽ കാണുന്ന അവരുടെ പ്രയാസങ്ങൾ നമ്മളൊക്കെ പറയില്ലേ, ജീവിതത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പാട് എന്നൊരു അവസ്ഥയാണ്. കാരണം വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ആ ക്ഷേത്രവും ചുറ്റിപ്പറ്റിയുള്ള ആ ജീവിതവും പറയാനുണ്ട് ഏറെ. കഥ പറയാം, മനസ്സിലാവുന്ന ഭാഷയിൽ വളരെ ചുരുക്കി ഞാൻ കഥ പറയാം. 1500ഓളം ജീപ്പുകളാണ് ഈ മഹോത്സവവുമായി ബന്ധപ്പെട്ട് മലകയറി ഇറങ്ങുന്നത്. MVD ആണ് വെഹിക്കിൾ പാസ് കൊടുക്കുന്നത്, പ്രൈവറ്റിന് ടാക്സിയും. പക്ഷേ ഈ തവണ പ്രൈവറ്റിന് അനുവാദം ഇല്ലെന്ന് എനിക്കറിയാൻ കഴിഞ്ഞത്. ഞാൻ 3.5 മണിക്കൂർ കറങ്ങി നടന്നത്. അതിൽ 10 മിനിറ്റോളം എൻ്റെ കൂടെ അരുൺ ഉണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് ഡ്രൈവർമാരെ കണ്ട് അങ്ങനെയാണ് ഉദയൻ ചേട്ടനെ പരിചയപ്പെടുന്നത്. ഉദയൻ ചേട്ടൻ 2 വണ്ടികളുണ്ട്, അതിലൊന്ന് ടാക്സി, ഒന്ന് പ്രൈവറ്റും. ടാക്സിക്കാണെങ്കിൽ അനുവാദം ഉണ്ട്, പ്രൈവറ്റിന് അനുവാദം കിട്ടിയിട്ടില്ല. അതിന്റെ ടെൻഷൻ വേറൊന്നും. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, അതായത് 12-ാം തീയതി രാവിലെ ഇവിടെ ഒന്ന് ക്യൂ നിന്നാൽ നിങ്ങൾക്ക് ഏത് ജീപ്പിൽ വേണമെങ്കിൽ കയറി പോവാം. ഒരാൾക്ക് 160 രൂപ. ഒരു ജീപ്പിൽ 10ഓളം ആൾക്കാരുണ്ടാവും. 1 സൈഡ് 160 രൂപ, 2 സൈഡ് ആകുമ്പോഴത്തേന് 320 രൂപ. സുഖമായിട്ട് പോയിട്ട് വരാം. പക്ഷേ രാവിലെ വന്നം ഒരുപാട് ആൾക്കാരുണ്ടാവും ക്യൂ നിൽക്കാൻ വേണ്ടി. കാരണം തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരും. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ജീപ്പ് ബുക്ക് ചെയ്യണം, 4500 കൊടുക്കേണ്ടി വരും. അങ്ങനെ ഞാൻ ജോമേഷിനെ പരിചയപ്പെട്ട് ജോമേഷിനോട് 4500 തന്നാൽ മതി നിങ്ങളെ കൊണ്ട് ആക്കി തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ജോമേഷിനെ തിരിച്ചു ചോദിച്ചു, 16 കിലോമീറ്റർ 1 സൈഡ്, ഒരു 10 കിലോമീറ്റർ ആക്കി തരുമെന്ന് ചോദിച്ചു. ഞങ്ങൾ 4 പേരുണ്ട്, 3000 രൂപ പറഞ്ഞു. അപ്പൊ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറെ നേരം കറങ്ങി നടന്നിട്ടാണ് ലോഡ്ജിൽ പോയത്. ലോഡ്ജിൽ പോയി കുറെ കഴിഞ്ഞപ്പോൾ ജോമേഷിനെ വിളിച്ച് 4000 രൂപ തന്നാൽ മതി, 5 മണിക്ക് റെഡി ആയിട്ട് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ 5 മണിക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. 6 മണിയപ്പോൾ വന്നത്. ചോദിച്ചപ്പോൾ പറഞ്ഞ് ഫോറസ്റ്റുകാരുടെ ഒരു പാസ് കൂടി ഉണ്ടായിരുന്നു, ഏറെ പ്രയാസപ്പെട്ടാണ് അതെടുത്തത്. അപ്പോൾ എനിക്ക് ഈ ഡിപ്പാർട്ട്മെന്റിന് എനിക്ക് പറയാനുള്ളത്, ഇവരുടെ പങ്ക് ഭയങ്കര വലുതാണ്. കാരണം ഈ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾ വരുന്നത് ജീപ്പ് മാർഗമാണ്. നടന്നു വന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. കാരണം എല്ലാവർക്കും നടന്നു വരാൻ പറ്റണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ 2 ദിവസം മുമ്പേ തന്നെ വെഹിക്കിൾ പാസ് അനുവദിക്കുക. ഇവർ വണ്ടിയുടെ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് വെഹിക്കിൾ പാസ് കൊടുക്കുക എന്നാണ് എനിക്ക് പറയാം. അതേപോലെ തന്നെ ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്നും ഒരു നല്ലൊരു തീരുമാനം ഉണ്ടാകണം. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഈ പൊടിയും തിന്നുകൊണ്ട് 3 ഓട്ടോയാണ് ഇവർക്ക് ഓടാൻ കഴിയുള്ളൂ. അതിൽ 2 ഓട്ടോ ഓടാൻ ജോമേഷൻ കഴിഞ്ഞോളൂ എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. കാരണം 3ാമത്തെ ഓട്ടോ ഓടനേക്ക് മുമ്പ് തന്നെ ജീപ്പ് കംപ്ലൈന്റ് ആയി. പല ജീപ്പുകളും അവിടെ കംപ്ലൈന്റ് ആയി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ക്ലച്ച് താങ്ങി പിടിച്ചിട്ടുള്ള ഓട്ടമുള്ള കുന്നും മലയും കയറിയുള്ള ഓട്ടം. ഇതിനിടയ്ക്ക് 2 കുപ്പി വെള്ളം വാങ്ങിയിട്ട് ഉച്ചക്കത്തെ ഫുഡൊന്നും അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റിയില്ലെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ച് വളരെ തുച്ഛമായ ഒരു ലാഭമേ അവർക്ക് ഒരു ദിവസം കൂടി ഉണ്ടാക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും നല്ലൊരു തീരുമാനം ഉണ്ടാകണം. ഇതൊരു മഹത്തായ ഒരു ഉത്സവമായി മാറ്റണം ഈ ഉത്സവം. മംഗളാദേവി മഹോത്സവം ആദ്യത്തെ തവണ ഞാൻ കാണാൻ വേണ്ടി വരുന്നത്. അതിൽ തന്നെ ഈ ജീപ്പ് ഡ്രൈവർമാരെ നേരിട്ട് അനുഭവിച്ച ഒരു സത്യമാണെന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, പിന്നീട് സർക്കാർ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് എൻട്രി പാസ് അനുവദിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള ആ ടെൻഷൻ ഒരുപാട് അനുഭവിച്ചു അവർ. അപ്പം മറ്റു വീഡിയോയുമായി വീണ്ടും വരും. അതൊരു നമസ്കാരം.